മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 111ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, ഇയ്യോബ് 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം. ഇതാണ് ഇന്നത്തെ പോർഷൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എന്നറിയാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പഴയ നിയമ പാഠഭാഗത്ത് ഒരു പ്രാവശ്യവും പുതിയ നിയമ പാഠഭാഗത്ത് 2 പ്രാവശ്യവും കാണുന്ന ഒരു ആയുധം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പഴയ നിയമ പാഠഭാഗത്ത് ഒരു പ്രാവശ്യവും പുതിയ നിയമ പാഠഭാഗത്ത് 2 പ്രാവശ്യവും കാണുന്ന ഒരു ആയുധം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തണൽ ആഗ്രഹിക്കുന്നത് ആര്? തണൽ ആഗ്രഹിക്കുന്നത് ആര്? മൂന്നാമത്തെ ചോദ്യം, സമുദ്രം, ഒരു മൃഗം എന്നിവ ചേർന്ന ഒരു മത്സ്യം. സമുദ്രം, ഒരു മൃഗം എന്നിവ ചേർന്ന ഒരു മത്സ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ധാന്യത്തിന്റെ പുറന്തോടും വെള്ളത്തിന് പറയുന്ന മറ്റൊരു പേരും ചേർന്ന ഒറ്റപ്പദം. ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇത് മനുഷ്യ ശരീരത്തിലുള്ളതാണ്. ഏതാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ധാന്യത്തിന്റെ പുറന്തോടും വെള്ളത്തിന് പറയുന്ന മറ്റൊരു പേരും ചേർന്ന ഒറ്റപ്പദം. ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇത് മനുഷ്യ ശരീരത്തിലുള്ളതാണ്. ഏതാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് വാട്ടം സംഭവിക്കുന്ന ഒരു സസ്യം പാഠഭാഗത്തുണ്ട്. ഈ സസ്യത്തിന്റെ പേരിൽ തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എന്നാൽ സസ്യം അല്ലെങ്കിൽ ഒരിനം പുല്ലിന്റെ പേരെന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പെട്ടെന്ന് വാട്ടം സംഭവിക്കുന്ന ഒരു സസ്യം പാഠഭാഗത്തുണ്ട്. ഈ സസ്യത്തിന്റെ പേരിൽ തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എന്നാൽ സസ്യം അല്ലെങ്കിൽ ഒരിനം പുല്ലിന്റെ പേര് എന്ത്? ഓക്കെ, അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. എന്നിട്ട് ആൻസേഴ്സ് അയക്കേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് നിങ്ങൾ അയച്ചോളൂ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.